ഈ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഈ മൂന്ന് പ്രോബ്ലവും ഓൾമോസ്റ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ ഷോപ്പ് കീപ്പർ മേക്സ് 20% profit on a shirt that costs him rupees 600, find the selling price. Okay, so ഇപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെല്ലിംഗ് പ്രൈസ് ആണ്. സോ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, സോ നമുക്കിവിടെ എത്രയാണ് കോസ്റ്റ് പ്രൈസ്? 600 റുപ്പീസ്. ഓക്കെ, പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയണത് ഈ 20% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ്. അപ്പോൾ 20%, അപ്പോൾ കോസ്റ്റ് പ്രൈസ് വന്നിട്ട് 600ഉം പ്ലസ് 20% എന്ന് പറയുമ്പോൾ ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ഇസ് 600. ഓക്കെ, സോ നമുക്ക് അറിയാം 20% ഓഫ് 600 എന്ന് പറഞ്ഞാൽ ലൈക്ക് മെന്റലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് 120. ദാറ്റ് ഇസ് 10% ഓഫ് 600 എത്രയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, സോ ലൈക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 10% ഓഫ് 600 വന്നിട്ട് 60 ആയിരിക്കും. അപ്പോൾ 20% എത്രയായിരിക്കും? 60 ഇൻറ്റു 2, ദാറ്റ് ഇസ് 120. സോ ഇറ്റ് ഇസ് 600 plus 120, which is 720 rupees. So the selling price of the shirt will be 720 rupees. Okay, നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലം which is connected to the first problem. Okay, so ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? If the shopkeeper sells a shirt for rupees 720, so the selling price is rupees 720, where the shirt costed him rupees 600. Cost price is rupees 600. Okay, find the profit percentage. Profit percentage ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഫൈൻ. നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയാം, ഇറ്റ് ഇസ് rupees 600. ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്കറിയില്ല. ബട്ട് പ്രീവിയസ് പ്രോബ്ലം നമുക്കറിയാം ഇത് എത്രയായിരിക്കണം? 20% ആയിരിക്കണം. ഇതായിരിക്കണം നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, സോ അറിയാത്തതും കൊണ്ട് നമ്മൾ എക്സ് എന്ന് എടുത്തു, പ്ലസ് എക്സ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് വിച്ച് ഇസ് rupees 600 will be your selling price. Selling price എത്രയാണ്? rupees 720. Okay, ഓക്കെ, ഇനി ഈ സ്റ്റെപ്പ് കെയർഫുൾ ആയി നോക്കുക. ഞാൻ ഇവിടെ കോമൺ ടേം ഉണ്ട് 600. ഓക്കെ, സോ ഈ 600നെയും ഈ 600നെയും പുറത്തെടുക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഇത് 600 ഇൻറ്റു 1 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ പ്ലസ് ഇവിടെ എക്സ് ഇൻറ്റു 600 ബൈ 100 ഇസ് ഈക്വൽ ടു 720. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീഫ്രേസ് ചെയ്ത് എഴുതണോ എന്നുള്ളൂ. സോ ഈ 600നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണെങ്കിൽ 600 ബാക്കി എത്രയുണ്ട്? 1 പ്ലസ് ഇവിടെ 600നെ പുറത്തെടുത്തു കോമൺ ആയിട്ട്. സോ ബോത്ത് കോമൺ ഫാക്ടേഴ്സ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ ഉള്ളത് എക്സ് ബൈ 100 ഇസ് ഈക്വൽ ടു 720. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക കേട്ടോ.
നിറയെ പേർക്ക് തെറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. സോ ഇതൊന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക. ഇതും ഇതിന്റെ ഫോളോഡ് അപ്പ് സ്റ്റെപ്സും. ഓക്കെ, ഓക്കെ. സോ ഈ 600 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇപ്പോൾ 1 പ്ലസ് എക്സ് ബൈ 100 ആണ്. അപ്പോൾ ഞാൻ എൽ സി എം ആയിട്ട് ഇവിടെ 1 പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 ബൈ 1 എന്ന് തന്നെയാണ് അർത്ഥം. സോ എൽ സി എം ഓഫ് 1 ആൻഡ് 100 വിൽ ബി 100, or you can just cross multiply it. Okay, idum 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 idum. Okay, so it is 1 into 100 plus x into 1 by 100 is equal to 720. Okay, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എലാബറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. എക്സാമിലൊന്നും ഇങ്ങനെ ചെയ്തിട്ടിരിക്കാൻ പാടില്ല, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ 600 into 100 plus x by 100 എന്നായിരിക്കും is equal to 720. So ഈ 100ഉം ഈ 600ഉം പോയാൽ it will be 6 times. Okay, ഇപ്പം എന്തുണ്ട് ബാക്കി? 6 into 100 plus x is equal to 720 എന്നുണ്ട്. Okay, so next ഈ 100 പ്ലസ് എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിർത്തിയ ഈ 6 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ ആവും. സോ 720 by 6 എന്നാവും. സോ ഡിവൈഡ് ചെയ്ത 6 ones are 6, 1, 2, 0. So that is 100 plus x is equal to 120 എന്നാവും. Okay, next ഈ എക്സിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 100 പ്ലസ് വന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് പോയാൽ മൈനസ് ആവും. ഓക്കെ, സോ 120 മൈനസ് 100 എന്നാവും. സോ എക്സ് ഇസ് ഈക്വൽ ടു 20, which means the profit percentage is equal to 20. അതല്ലേ നമുക്ക് ആൻസർ കിട്ടേണ്ടത്? അതെ. Okay, so profit percentage is 20. Okay, ഇനി ഇതിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ട് ഇനിയൊരു പ്രോബ്ലം കൂടെ നോക്കാം. തേർഡ് പ്രോബ്ലം. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഇഫ് ദ ഷോപ്പ് കീപ്പർ sells a shirt for rupees 720, so the selling price is 720 rupees at 20% profit. So the profit percentage is 20. Find the cost price of the shirt. Cost price എത്രയാണ് എന്നുള്ളതാണ് question. So already നമുക്ക് previous problems എന്നൊക്കെ അറിയാം. Cost price should be rupees 600. Okay, so ഇതായിരിക്കണം നമ്മുടെ ആൻസർ. ഫൈൻ, നമുക്ക് ആൻസർ വരുന്നുണ്ടോ നോക്കാം. സോ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഓക്കെ, കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയാത്തൊരു ഫാക്ടർ ആയതുകൊണ്ട് ഇതിനെ എക്സ് എന്ന് എടുക്കാം. സോ എക്സ് പ്ലസ് പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 20% ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? റുപ്പീസ് 720. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ് പ്ലസ് 20% പറഞ്ഞാൽ 20 by 100 എക്സ് ഇസ് ഈക്വൽ ടു 720. ഓക്കെ, ഇനി എൽ സി എം എടുത്ത ഓർ യു ക്യാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓബ്വിയസ്ലി എക്സ് ബൈ 1 എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഇസ് 100x പ്ലസ് 20x by 100 into 1 is 100, which is equal to rupees 720. Okay,
So it is 120x by 100 is equal to 720. Okay, so E0 cancel jayam. So it will be like 12 by 10 x is equal to 720. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാൽ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷൻ ആവും ആൻഡ് ഇറ്റ് വിൽ ബി സിൻസ് ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ ആവും. സോ എക്സിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈ 12/10 കൊണ്ടുപോകുന്നു ഇൻറ്റു അപ്പോൾ എന്താവും റെസിപ്രോക്കൽ ആവും 10/12 എന്നാവും. സോ 12 ones are 12, 12 6 are 72 and a 0. Okay, so നമുക്ക് ബാലൻസ് എന്തുണ്ട് 60 into 10. So x is equal to 600, which means the cost price is equal to rupees 600. Okay, നമുക്ക് അതല്ലേ കിട്ടേണ്ട ആൻസർ? യെസ്, അപ്പോൾ നമുക്കത് കിട്ടി. ഫൈൻ.